സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നു. പട്ടാളക്കാർ പോലും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ചൈനയുമായിട്ട് വലിയ ദോസ്താണ്. നമുക്കറിയാം, നമ്മുടെ ഗാൽവാൻ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം കടന്നു കയറി കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിയമവിരുദ്ധമായിട്ടാണ് അവർ ആ പ്രവർത്തനം ആ സമയത്ത് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാലത്തും ചൈന ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ ദോസ്തുകളാണ് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ചൈനീസ് നിക്ഷേപങ്ങളിലെ നിയന്ത്രണം. നമുക്കറിയാം, ഗാൽവാനിൽ അവിടെ നമ്മുടെ പട്ടാളക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സകല ആപ്പുകളും, അതിൽ പബ്ജി അടക്കമുള്ള ആപ്പുകളുണ്ട്, അതെല്ലാം നിരോധിച്ചു. ഹെലോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്പുകൾ നിരോധിക്കുകയുണ്ട്. അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞ ശേഷം അതിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ചൈനീസ് നിക്ഷേപമുള്ള കമ്പനികളെ തെരഞ്ഞുപിടിച്ച് പണി കൊടുത്തു തുടങ്ങി കേന്ദ്രം. അങ്ങനെ ചൈനയ്ക്ക് ഈ ടിക്ടോക്ക് ആ സമയത്ത് നിരോധിച്ചത് കൊണ്ട് 2 ദിവസത്തിൽ 65,000 കോടി രൂപയുടെ നഷ്ടം വന്നു എന്ന വാർത്തകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നതാണ്. പക്ഷെ ഇപ്പോ ആ ചൈനീസ് നിക്ഷേപങ്ങളുടെ നിയന്ത്രണം കേന്ദ്രം പുനഃപരിശോധിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും എണ്ണ മേടിക്കുന്ന ഇന്ത്യ അത് കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യ കുറച്ചതല്ല, മറിച്ച് റഷ്യയിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നാണ് കേൾക്കുന്നത്. അപ്പോഴാണ് ചൈനയുമായിട്ട് അടുത്തിട്ട് ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. എന്തായിരിക്കും ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള പ്ലാൻ? ചൈനയും റഷ്യയും 2 രാജ്യങ്ങളോട് കൂടെ ചേർന്നാണ് നമ്മൾ ട്രോയ്ക്ക RIC രൂപീകരിച്ചിരിക്കുന്നത്. ബ്രിക്സിൽ വലിയ ശക്തിയാണ് ഇവരെല്ലാവരും. അപ്പോ ചൈനയെ ഇത്തരത്തിൽ ആ നിയന്ത്രണം എടുത്ത് മാറ്റുക എന്നുള്ളത് ഇന്ത്യക്ക് അനിവാര്യമാണോ? അല്ലെങ്കിൽ ആ നിയന്ത്രണം വച്ചുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഒരു താക്കീത് എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾക്ക് കൈ തരുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ദുർബലതയല്ല എന്ന് കാണിക്കാൻ ആ നിയന്ത്രണം അവിടെ വച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ പലരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ബ്രിക്സ് പൊളിഞ്ഞു, നരേന്ദ്രമോദി കാര്യമായിറങ്ങി. രണ്ടാമത്തെ കാര്യം റഷ്യയുമായിട്ടുള്ള ബന്ധമാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് 2 കാര്യങ്ങളുണ്ട്. പലപ്പോഴും റഷ്യൻ മാധ്യമങ്ങളോട് ഈ പറയുന്ന ആൾക്കാർ വായിക്കണം. സ്പുട്നിക് എന്ന് പറയുന്ന അവിടെ ഒരു മാധ്യമമുണ്ട്, അതിനകത്ത് വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം, ഈ നരേന്ദ്രമോദി ഈ വർഷം 2026 ഒപ്പുവെക്കാൻ പോകുന്ന 2 വമ്പൻ കരാറുണ്ട്. അത് 2 ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടാണ്. ഒന്ന് ബ്രസീലുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് നമ്മളൊരു വലിയ ആയുധ വ്യാപാരത്തിന് തുടക്കം കുറിക്കുകയാണ്. 7 ദശലക്ഷം കോടി രൂപയുടെ ഒരു കരാറാണ് SU-57. 36 മുതൽ 40 വിമാനങ്ങൾ വരെയാണ് നമ്മളിപ്പോൾ ഓർഡർ കൊടുക്കാൻ പോകുന്നത്. കാരണം അമേരിക്കയുടെ വിശകലന വിദഗ്ധന്മാർ പറയുന്നത് ഇന്ത്യ ഈ SU-57 എന്ന് പറയുന്നൊരു ഫൈറ്റർ ജെറ്റ് കൂടെ സ്വന്തമാക്കിയാൽ ഇന്ത്യയുടെ പ്രഹരശേഷി മാരകമാകും. അതായത് ഈ പറയുന്ന ഈ ചൈനയ്ക്കും അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. കാരണം ഏഷ്യൻ മേഖലയിലെ ഇന്ത്യ ഒരു വലിയ കരുത്തുള്ള രാജ്യമായി മാറും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമാണ്. എതിരാളികൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തില്. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അവരാർക്കും കൊടുക്കാത്തൊരു ആയുധമാണ് നമുക്ക് തരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഫ്രാൻസിന്റെ നിന്നുള്ള വിമാനം വാങ്ങുന്നത് മാത്രമല്ല, ഫ്രാൻസിന്റെ ഭരണാധികാരികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങളുടെ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ റഷ്യക്ക് ഒരു വലിയ റഷ്യ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോട് ഉറച്ചു നിന്നിട്ടുള്ള ഒരേ ഒരു രാജ്യമുള്ളൂ, അത് റഷ്യയാണ്. കാരണം ഇസ്രായേലിനെ നമ്മൾ പണ്ടുതൊട്ട് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ നിന്നിട്ടുള്ള രാജ്യം റഷ്യയാണ്. അപ്പൊ അതുകൊണ്ട് ആ റഷ്യക്ക് ആണ് ഒരു വലിയ ഒരു ആയുധം, അതായത് S-400 S-500ന്റെ പുതിയ അപ്ഡേഷൻസ് ഇന്ത്യയിൽ തന്നെ ഇതാക്കുക. SU-57 എന്ന് പറയുന്ന യുദ്ധവിമാനം അതും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക. പിന്നെ ഈ ബ്രഹ്മോസിന്റെ പുതിയ അപ്ഡേഷൻ, ഇങ്ങനെ പോകുന്ന ഒരു നീണ്ട നിര തന്നെ. അതുപോലെ ഐസ് ബ്രേക്കറുകൾ, അങ്ങനെ അനവധി കാര്യങ്ങളാണ് നമുക്ക് റഷ്യ, അതായത് വമ്പൻ ഡീലായിരിക്കും റഷ്യയുമായി വെക്കുന്നത്. അതായത് ഫ്രാൻസുമായിട്ട് നമ്മൾ വെക്കുന്ന 3.5 ലക്ഷം കോടി രൂപയുടെ കരാറായിരുന്നു ഈ 114 വിമാനത്തിനെങ്കിൽ അതിന് നേരെ ഇരട്ടിയാണ് SU-57 വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന തുക. അതായത് റഷ്യയെ സംബന്ധിച്ച് അതൊരു ലോട്ടറിയാണ്, ബമ്പറാണ് ആ കൊടുക്കുന്ന ആ ഒരു ഇന്ത്യയുടെ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എണ്ണയെ സംബന്ധിച്ച് സ്പുട്നിക്കിൽ വളരെ വിശദമായി തന്നെ ഒരു ലേഖനം, 2 ദിവസമായിട്ട് ആ ലേഖനമുണ്ട്. അവർ ഇതുവരെ അത് ആ ലേഖനം മാറ്റിയിട്ടില്ല. അതിൽ അവർ വ്യക്തമായി പറയുന്നു,
ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇന്ത്യക്ക് സ്വന്തമായി ഷിപ്പുകളില്ല എന്നുള്ളതാണ്. അവര് 70 ദശലക്ഷം ബില്യൺ ഡോളറാണ് ഈ ഷിപ്പുകൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നത്. വാടകയ്ക്ക് കപ്പലെടുത്തുകൊണ്ടാണ് ഈ ഓട്ടം മുഴുവൻ നടന്നത്. ഇത് നമ്മൾ കാലാകാലങ്ങളായി ചർച്ചയിൽ പറയുന്ന കാര്യമാണ്. നമുക്ക് സ്വന്തമായി ഷിപ്പുകളില്ല, 6-7 ഷിപ്പുകളേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കപ്പലുകൾ ഇപ്പൊ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. പല രാജ്യത്തുനിന്നും വരുന്ന ഷിപ്പുകൾക്ക് ഇൻഷുറൻസിന്റെ പ്രോബ്ലം ഉണ്ട്. കാരണം അത് ഈ അമേരിക്ക ഉപരോധം വന്നു കഴിഞ്ഞാൽ അവരാരും ഇൻഷുറൻസ് നൽകാൻ തയ്യാറായില്ല. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു കപ്പലും എണ്ണ കൊണ്ട് തരാൻ വേണ്ടി പോകാനും പോകുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് റഷ്യക്കും ബോധ്യമാകുന്ന കാര്യമാണ്, ഇന്ത്യക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇത് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ പരിമിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ചിപ്പ് മുതൽ കപ്പൽ വരെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ നാവികസേനയുടെ കപ്പൽ ഇറക്കുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഇതുപോലെയുള്ള ഈ ഓയിലും മറ്റു സാധനങ്ങൾ, ചരക്ക് കപ്പലുകളെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞു കേൾക്കുന്നില്ല. കാരണം അതിന്റെ ഒരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട്, അത് സ്വകാര്യ മേഖലയ്ക്ക് കൂടെ കൊടുത്തുകൊണ്ട് അവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഷിപ്പുകൾ നമുക്ക് അനിവാര്യമായ ഘടകമാണ്. അതാണ് നമ്മുടെ എണ്ണയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് എണ്ണ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഇപ്പോൾ ചൈന വലിയ രീതിയിൽ എണ്ണ വാങ്ങി കൂട്ടിയിട്ട് അവർക്കത് സംസ്കരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അവിടെ കെട്ടിക്കിടക്കുന്നത്, അവരുടെ പോർട്ടിൽ നിന്ന് ഇറക്കാൻ കഴിയാതെ എണ്ണ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാന്റെ കയ്യിൽ നിന്നും വലിയ രീതിയിൽ ചൈന വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിക്കൂട്ടിയിട്ട് അത് ശുദ്ധീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ ചൈനയിലുണ്ട്. ഒരുപക്ഷെ ആ ചൈനയുടെ എണ്ണ ഇന്ത്യയിൽ ശുദ്ധീകരിക്കപ്പെട്ടേക്കാം, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ചൈനയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാൽവാൻ താഴ്വരയിലെ വിഷയങ്ങളോടനുബന്ധിച്ച് ചൈനീസ് ആപ്പുകൾ മാത്രമല്ല, ചൈനീസ് കമ്പനികളുമായിട്ടുള്ള കരാറുകളും നമ്മുടെ കമ്പനികൾ റദ്ദ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷെ ഇത് നമ്മുടെ വികസനത്തിന് ഒരുപാട് പിന്നോട്ടടിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. കാരണം നമ്മുടെ ഈ ബോറിംഗ് മെഷീനുകൾ എത്താത്തത് കൊണ്ട് നമുക്ക് തുരങ്ക നിർമ്മാണം ഉൾപ്പെടെയുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളെല്ലാം മന്ദഗതിയിലാണ്. നമ്മുടെ വികസനത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല ഇന്ത്യൻ കമ്പനികളും ആവശ്യപ്പെടുന്നതും, അതായത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോൾ മുതൽ പല ഇന്ത്യൻ കമ്പനികൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ആ കരാറ് വീണ്ടും ഒന്ന് പുനഃസ്ഥാപിക്കാം. കാരണം നമ്മളിപ്പോൾ കുറച്ച് മന്ദതയിലാണ് പോകുന്നത്. കാരണം ഇവർ ഈ ചൈനയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഉപകരണങ്ങളും കാര്യങ്ങളുടെ ഒരു ഷോർട്ടേജ് വന്നപ്പോൾ നമ്മൾ ബോറിംഗ് മെഷീനായിട്ട് ജർമ്മനിയാണ് നമ്മൾ പിന്നീട് ആശ്രയിച്ചത്. ജർമ്മനി ആ മെഷീൻ കൃത്യമായി തരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഈ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലയായാലും ഇലക്ട്രിക്കൽ കാർ മേഖലയായാലും ഒക്കെ ചൈനീസ് കമ്പനികളുമായി നമുക്ക് ടൈപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ബൂമിങ്ങിൽ അതൊരു ഇടിവ് വന്നിട്ടുണ്ട്, അതിലൊരു ഡൗൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തുറന്നു തരിക എന്നുള്ളത്. മറ്റൊന്ന്, US-ഉമായിട്ട് നമ്മൾ പ്രശ്നമുണ്ടായ സമയത്ത് നമ്മുടെ മത്സ്യസമ്പത്തിന് ഒരു താങ്ങും തണലുമായി നിന്ന ചൈനയുടെ വിപണിയായിരുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് വലിയ കയറ്റുമതി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ചൈനയിലേക്ക് കയറ്റുമതി ഉണ്ട് എന്നുള്ള കാര്യം. ഇലക്ട്രോണിക്സ് അടക്കം കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു എന്ന് അറിയണം. ചൈനയിലേക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇന്ത്യ കയറ്റി അയക്കുക എന്ന് പറഞ്ഞൊരു അത്ഭുതത്തോടു കൂടി നമുക്കത് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ വലിയ രീതിയിൽ തുറന്നു കൊടുക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ചൈനയ്ക്കും ഇന്ത്യയെ വെറുപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ കൊണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക നിലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ ഇന്ത്യ ചൈനയും റഷ്യയും ബ്രസീലിനെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതൊക്കെ. ഇവിടെയും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ സ്നേഹബന്ധങ്ങളോ പ്രണയമോ ഒന്നും ട്രംപിന്റെ കാര്യത്തിൽ മോദി കാണിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ലോകത്ത് ഈ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നരേന്ദ്രമോദി അല്ല വേറെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഇപ്പോൾ ഈ സ്ഥാനത്ത് ഇരുന്നിരുന്നെങ്കിൽ എപ്പോഴേ ട്രംപിന്റെ കാല് പിടിച്ച് കാല് വീണ് കരയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വേറൊരു പ്രധാനമന്ത്രിക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ട്രംപിനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഈ മോദി മറുപടി പറയുന്നതെന്നുള്ളതല്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറുപടി എന്താണെന്നുള്ളത് വ്യക്തമാകും.